നമ്മൾ ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ഉണ്ടാവും. നമുക്ക് എത്രയാണോ നമ്മുടെ സെയിൽ അതിൻ്റെ ഒരു നിശ്ചിത എമൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും റിട്ടേൺ വരും. ഈ റിട്ടേൺ വരുന്ന സാധനം നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഇത് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരിക. ഇപ്പോൾ റിട്ടേൺ വരുമ്പോൾ തന്നെ പ്രൊഡക്റ്റുകളൊക്കെ മാറിയിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് വല്ലാത്ത കൗതുകങ്ങൾക്ക് തോന്നും. കാരണം നമ്മൾ ഒരിക്കലും വാങ്ങാൻ ആഗ്രഹിക്കാത്ത ഈ ഷോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യത്തിലൊക്കെ മാത്രം കണ്ട പല പ്രൊഡക്റ്റുകളാവും നമുക്ക് റിട്ടേൺ വരിക. അതുപോലത്തെ ഒരു സാധനമായിട്ടോ ഒന്ന് റിട്ടേൺ വന്നത് ഐ മാസ്ക്. ഇത് സാധാരണ പരസ്യത്തിലോ അതേപോലെ സിനിമയിൽ ഒക്കെ ഇത് കണ്ടിട്ടുള്ളൂ. നമ്മളിത് വാങ്ങണമെന്നോ വാങ്ങി ഉപയോഗിക്കണമെന്നോ ഒന്നൊന്നും ആഗ്രഹിച്ചൊരു സാധനമല്ല. പക്ഷെ പെട്ടെന്ന് യാദൃശ്ചികമായിട്ടൊക്കെ ഒന്ന് കൈ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് മുഖത്തൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടും നമ്മൾ സംഭവം അടിപൊളിയാണ്, നല്ല കംഫർട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഇതേപോലെ തന്നെ ആയിരുന്നു മാസ്കും. പണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിച്ചിരുന്നില്ല, അന്നേരം ഉപയോഗിക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ശീലമായി. ഇതേപോലെ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ മാറും. ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടില്ലാതായി മാറും. എന്നിരുന്നാലും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണത്. നല്ല ക്വാളിറ്റിയും നല്ല രീതിയിൽ അതിന് സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് മുഖത്തിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബോൾഡ് ഫിറ്റ് എന്നാട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം കേട്ടോ.